നമ്മുടെ ഉത്സവങ്ങളിലെ ഏറ്റവും വലിയ ആകർഷണമാണ് അണിഞ്ഞൊരുങ്ങിയ ഗജവീരന്മാർ. ആനച്ചമയങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഗജവീരന്മാരുടെ തലയെടുപ്പിനൊപ്പം കണ്ണുകൾക്കും കാതുകൾക്കും ഇമ്പമേകിക്കൊണ്ട് ആസ്വാദകരുടെ മനം കവരുന്നു. നെറ്റിപ്പട്ടം, കഴുത്തിലും കാലിലും അണിയുന്ന ആഭരണങ്ങൾ, ആലവട്ടം, വെൺചാമരം, പട്ടുകുടകൾ തുടങ്ങി ആനച്ചമയങ്ങൾ ഒട്ടേറെയാണ്. നമ്മൾ ആനപ്പുറത്ത് വീശുന്ന വെൺചാമരല്ലേ, ആ ചാമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇത് ചാമരം അഴിച്ചിട്ടേക്കണതാണ്. നമ്മളൊക്കെ ആനപ്പുറത്ത് വീശുന്നതേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഓരോ പൂരം കഴിഞ്ഞാലും നമ്മൾ ഈ ചാമരം ഇതുപോലെ അഴിച്ച് ഇങ്ങനെ ഇടും. ഇത് യാക്കെന്ന് പറഞ്ഞിട്ടുള്ള മൃഗത്തിൻ്റെ വാലാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെൺചാമരം ഉണ്ടാക്കുന്നത്. ഇപ്പോഴും അതിൽ മാറ്റം വന്നിട്ടില്ല. അതായത് ഒരു വേറെ രീതിയിലേക്ക് പോയിട്ടില്ല, ഫൈബറൊന്നും ആക്കിയിട്ടില്ല. ഇപ്പോഴും ഇത് യാക്കിൻ്റെ വാലുകൊണ്ട് ഉണ്ടാക്കണേ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ചൈനയായിട്ടുള്ള പ്രശ്നം തുടങ്ങിയ പിന്നെ നമുക്ക് യാക്കിൻ്റെ വാല് കിട്ടാനില്ല, ചൈനയിൽ നിന്ന് വരുന്നില്ല. അത് വലിയൊരു പ്രതിസന്ധിയായിട്ടിരിക്കണം ഇപ്പോൾ ഈ പൂരാഘോഷങ്ങൾക്കൊക്കെ. ഇതാണ് ഇപ്പോൾ ഈ ആനപ്പുറത്ത് വീശുന്ന ആലവട്ടം എന്ന് പറയുന്ന ഒരു സാധനം. ഈ ആലവട്ടം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ട് മയിൽപീലിയുടെ ഭാഗങ്ങൾ കൊണ്ട് മാത്രമാണ്. ഇത് മയിൽപീലിയും ഈ വെളുത്ത് കാണുന്നതൊക്കെ പീലിയുടെ തണ്ടാണ്, മയിൽപീലിയുടെ തണ്ട്. പിന്നെ ഭംഗിക്ക് കുറച്ച് വർണ്ണക്കടലാസും കുറച്ച് ചില്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ വയ്ക്കുന്നു. പക്ഷേ ഇത് 80-90% മയിൽപീലിയുടെ തണ്ടുമാണ്. അതാണ് ഇതിൻ്റെ ഭംഗി. ഇതിൻ്റെ മിഴിവേകുന്ന ഒരേ ഐറ്റം ഈ പീലിയുടെ തണ്ടുമാണ്. ഇതെപ്പോഴും നമ്മൾ പൂരം കഴിഞ്ഞാൽ ഇത് കാറ്റ് കൊള്ളിക്കണം എന്ന് പറയാം. അതുകൊണ്ട് ഇത് ഓപ്പണായിട്ട് ഇടണം. അങ്ങനെ ഇതുപോലെ തന്നെയാണ് സൂക്ഷിക്കുക ആലവട്ടം. ഇതിപ്പോൾ നമ്മൾ നടുക്കിൽ നമ്മുടെ വിഗ്രഹം തിടമ്പ് എഴുന്നള്ളിക്കുന്ന ആനയ്ക്കുള്ള ആലവട്ടമാണ്. അത് കുറച്ചുകൂടി ഡിസൈനൊക്കെ കൂടും. അതിന് കുറച്ചുകൂടി വർക്കുകൾ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ട് ഉണ്ടാക്കും അതിന്, ഈ നടുക്കിലത്തെ ആനയ്ക്ക് മാത്രം. ഏറ്റവും വൈവിധ്യമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ തലക്കെട്ടാണ്. ഒരുപാട് ഡിസൈൻ കൊണ്ടും അല്ലെങ്കിൽ പണിയുടെ ഒരു വൈവിധ്യം കൊണ്ടൊക്കെ ഏറ്റവും മികച്ചു നിൽക്കുന്ന സാധനം നെറ്റിപ്പട്ടാണ്. ഇത് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത് ആനയെ കെട്ടിച്ചത് തിരുവനന്തപുരത്തിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഇപ്പോഴും ആ ഡിസൈൻ മാറാതെ ഇതേപോലെ നിൽക്കണേ, ഒന്നും മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ലായിരിക്കും. ഇതിപ്പോൾ 100% പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നെറ്റിപ്പട്ടാണ് ഒരു ആനയുടെ. ഇതിന് പാലക്ക ചൂരപ്പുളി എന്ന് പറയും ഈ ഒരു ഡിസൈനിന്. അത് പ്രധാനമായിട്ട് ഈ പാലയ്ക്ക് ചൂരപ്പുളി എന്ന് പറയാൻ കാരണം ഈ ഒരു എണ്ണങ്ങളാണെങ്കിൽ ഈ ഒരു ഫീച്ചറാണ് അതിൻ്റെ പേര് നിർണ്ണയിക്കുന്നത്. ഈ കാണുന്ന എണ്ണങ്ങൾ, ഈ ഫീച്ചറാണ് തലയെക്കെട്ടിൻ്റെ അല്ലെങ്കിൽ നെറ്റിപ്പട്ടത്തിൻ്റെ പേര് നിർണ്ണയിക്കുന്നത്. ഇത് പാലയ്ക്ക് ചൂരപ്പുളി എന്ന് പറഞ്ഞ എണ്ണങ്ങളാണ്. പിന്നെ ഇതിലെ പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് 2 വട്ടക്കെണ്ണെന്ന് പറയും. ആനയുടെ എന്താ പറയുക, തലക്കുന്നീമയാണ് 2 വട്ടക്കെണ്ണങ്ങൾ വരിക. ഇത് കൂമ്പങ്കണ്ണെന്ന് പറയും. ഇത് ആനയുടെ വായുകുംഭത്തുമ്മയാണ് വരിക. ഇതൊക്കെ ആനയുടെ അനാട്ടമിയായിട്ട് യോജിച്ച് വരണതാണ്. 2 വട്ടക്കിണങ്ങൾ ആനയുടെ തലക്കുന്നീമ വരുന്നു. ഇത് ഒരെണ്ണം ആനയുടെ വായുകുംഭത്തുമ്മ വരുന്നു. അതുപോലെ 11 ചന്ദ്രക്കലകൾ. ഇത് ആനയുടെ തുമ്പിക്കൈയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് കൊമ്പിൻ്റെ അവിടെ പോയിട്ട് അത് നിൽക്കും. ഇതൊരു കാളാഞ്ചി എന്ന് പറയും, ആ അറ്റത്തെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഭാഗത്തിന്. ഇതേപോലെ ചെറിയ 2 കാളാഞ്ചി കാണാം. ഇതിന് കന്നക്കാളാഞ്ചി എന്ന് പറയുക. ആനയുടെ ചെവിയുടെ ഭാഗത്തിന് കന്നം എന്ന് പറയുക അതിന്. അപ്പോൾ അവിടെ വരുന്ന 2 ഫീച്ചേഴ്സാണ് കന്നക്കാളാഞ്ചി, 2 ഭാഗത്തുണ്ട്. പിന്നെ ഇത് പൊടിപ്പ്. ഇതൊക്കെ ഇറക്കക്കിണ്ണങ്ങൾ എന്ന് പറയും. ചെറിയ ഗോളാകൃതിയിലുള്ള അതിന് ഇറക്കക്കിണ്ണങ്ങൾ എന്ന് പറയും. അതൊക്കെ തലക്കെട്ടിൻ്റെ വലുപ്പം അനുസരിച്ച് എണ്ണങ്ങൾ വ്യത്യാസം വരും. തലക്കെട്ടിൻ്റെ സൈസ് സാധാരണ പറയാം ഉരുക്കോല് 6, ഉരുക്കോല് 4 എന്നൊക്കെ പറയാം. ഇതിപ്പോൾ ഉരുക്കോല് 6 സൈസുള്ള തലക്കെട്ടാണ്. ഏറ്റവും വലിയ ആനയ്ക്ക് ഉപയോഗിക്കുന്ന തലക്കെട്ടാണ്. ഇത് പാലയ്ക്ക് ചൂരപ്പുളിയാണ്. ഇവിടെ ഇനിയിപ്പോൾ നാഗപത്തി വരും. നാഗപടം വന്നു കഴിഞ്ഞാൽ നാഗപടത്തലേക്കെട്ടായി മാറും. അതുപോലെ തന്നെ ഈ വണ്ടിൻ്റെ മോൾ ഭാഗം വരും ഇവിടെ ഈ ഭാഗത്ത്. അങ്ങനെ വരുമ്പോൾ ഇത് വണ്ടോടെന്ന് പറയും ആ തലേക്കെട്ടിന്.
ഇങ്ങനെ 2-3 തരം തലയെക്കെട്ടാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. അത് ഈ പാലയ്ക്ക് ചൂരപ്പള്ളി എന്നുള്ളത് കുറച്ച് റെയർ ആയിട്ടുള്ളൊരു ടൈപ്പാന്ന് മാത്രം. ഇത് 2-3 സ്ഥലത്തുള്ളൂ കൂടി ഈ പാലയ്ക്ക് ചൂരപ്പള്ളി. ഒരു 600-700 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ഒരു നെറ്റിപ്പട്ടം ആദ്യമായി ആനയാണ് ഈ ചുരുക്കുന്നത്. ഇപ്പോഴും ഒരു വ്യത്യസ്തമില്ലാതെ അന്ന് ഡിസൈൻ ചെയ്ത അതേ ചൂരപ്പുള്ളി തലയെക്കെട്ടും നാഗപടവും വണ്ടോടും ഈ 3 തലയെക്കെട്ടുമാണ് ഇന്നും എല്ലാ പരമ്പരാഗതമായിട്ടുള്ള കേരളത്തിലെ ഉത്സവങ്ങൾക്കും ആനകളെ അണിയിച്ചു വരുന്നത്. തീവട്ടി വെളിച്ചത്തിൻ്റെ പൊൻപ്രഭയിൽ, താളമേളങ്ങളുടെ ശബ്ദഗിരിമയിൽ ആസ്വാദകരുടെ വിസ്മയ കാഴ്ചകളിൽ നിറയുന്നത് ഒന്നു മാത്രം: സർവാലങ്കാര വിഭൂഷിതരായ ഗജവീരന്മാർ.